ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ടു അസ്നാസ് കിച്ചൺ. അപ്പോൾ എനിക്ക് ഇപ്പം അടുത്ത കുറേ ദിവസങ്ങളായിട്ട് ഓർഡറും കാര്യങ്ങളും തിരക്കായിരുന്നു. അങ്ങനെ ഒരു ദിവസം എനിക്കൊരു 2 ഓർഡർ ഒരുമിച്ച് വന്നു. 1 kg പിന്നെ അതുപോലെ തന്നെ വേറെ ഒരു 1.5 kg ചിക്കൻ ബിരിയാണി തന്നെയാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് ദിവസത്തെ ഓർഡറുകളുടെ വിശേഷങ്ങളായിട്ടൊരു കുഞ്ഞു വീഡിയോ ആണ്. എല്ലാവർക്കാണ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. നല്ല അടിപൊളി ചിക്കൻ ദം ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ സവാള കനം കുറഞ്ഞ് അരിയാൻ തുടങ്ങി. എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം കേട്ടോ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ പച്ചമുളകൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ പുറത്ത് അടുപ്പ് കൂട്ടിയിട്ടാണ് ഉണ്ടാക്കാറ്. ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നതിന് ശേഷം തക്കാളിയൊക്കെ ഇട്ട് വാട്ടി മസാലയിലേക്ക് നമ്മൾ ചിക്കൻ അങ്ങ് ഇട്ട് കൊടുത്തിട്ടോ. ഗരം മസാലയെല്ലാം ഇട്ട് പിന്നെ ചിക്കൻ പുറത്തതാ ഇതുപോലെ റെഡിയായി വന്നപ്പോൾ നമ്മൾ ഇത് 2 ചെമ്പിലിട്ടുള്ള ഓർഡർ ആയതുകൊണ്ട് തന്നെ ആദ്യം ഒരു ചെമ്പിലേക്ക് ദമ്മിട്ടു. അങ്ങനെ നമ്മൾ മസാല അടിപൊളി ദം ബിരിയാണിക്കുള്ള ചിക്കൻ മസാല റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പൊരിച്ച ഉള്ളിയും നമ്മൾ പൊരിച്ച ഉള്ളി കൂടുതലായിട്ട് മസാലയ്ക്ക് ചേർക്കും. പിന്നെ ബാക്കി മേലെയും നമ്മൾ ദമ്മേണിന് മുമ്പ് ഇട്ട് കൊടുക്കാറാണ് കേട്ടോ. അങ്ങനെ ഇതാ അണ്ടിപ്പരിപ്പും അതുപോലെ കിസ്മിസൊക്കെ ഇതിലേക്ക് വറുത്ത് കോരാനുള്ളതാണ്. അപ്പോൾ എനിക്ക് 1 kg തൊട്ടേ ഓർഡർ കിട്ടാറുണ്ട്, നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ബിരിയാണി മാഷാഅല്ലാഹ് അൽഹംദുലില്ലാഹ് കിട്ടിയവർക്കൊക്കെ നല്ല റിവ്യൂ ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനിതാ പൊരിച്ച ഉള്ളിയൊക്കെ റെഡിയാക്കി അതിന് ശേഷം വലിയ ചെമ്പിൽ ഞാൻ ചോറ് തിളപ്പിച്ച് ഊറ്റിയെടുക്കണം. അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ഈ ബിരിയാണി ലീഫ്, രമ്പ ലീഫ് ഉണ്ടല്ലോ, അതൊട്ട് കൊടുത്ത് നന്നായിട്ട് 3/4 വേവിൽ നമ്മൾ അരി ഊറ്റി അങ്ങോട്ട് എടുക്കും. ഇപ്പോൾ ദാ എല്ലാ ചോറും ഇതുപോലെ ഊറ്റിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ സാധാ ദം ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതും സാധാ അടുപ്പിൽ തന്നെയാണ് ചിരട്ടക്കല്ലിലും ഒക്കെ വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കിയെടുക്കാറ്. അപ്പോൾ ഇതാ നമ്മുടെ 3/4 വേവിൽ നമ്മൾ ചോറൊക്കെ ഊറ്റി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള ഓർഡർ അന്നത്തെ ദിവസം തന്നെ ബിരിയാണി 2.5 കിലോയും 3 കിലോയും പിന്നെ പായസവും നമ്മുടെ ഗോതമ്പ് നുറുക്കിൻ്റെ പായസം ഉണ്ടല്ലോ അത്. പിന്നെ ഗോതമ്പൊക്കെ ആദ്യം വേവിച്ചു, പിന്നെ തേങ്ങാപ്പാൽ ശർക്കരപ്പാലൊക്കെ ഒഴിച്ചു, പിന്നെ അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങാക്കൊത്തൊക്കെ നെയ്യിൽ മൂപ്പിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസം തന്നെയായിരുന്നു കേട്ടോ ഈ ഗോതമ്പ് നുറുക്കിൻ്റെ. അപ്പോൾ നമ്മൾ ബിരിയാണിക്ക് ദമ്മിട്ടതിന് ശേഷമാണ് നമ്മൾ ആദ്യത്തെ ട്രിപ്പ് ദമ്മിട്ടതിന് ശേഷം നമ്മൾ പായസമൊക്കെ റെഡിയാക്കി എടുത്തു. ഇത് ഓർഡറാണ് കേട്ടോ, ഈ 25 ഗ്ലാസ് പായസം. അപ്പം നേരത്തെ പറഞ്ഞില്ലേ, അങ്ങനെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 2 ബിരിയാണിയും ദമ്മിട്ടതിന് ശേഷം നമ്മുടെ പായസം ഉണ്ടാക്കിയിട്ടോ. ഗോതമ്പ് നുറുക്ക് പായസം ശർക്കരപ്പാലും ആദ്യം തന്നെ ഗോതമ്പം വേവിച്ചു. അങ്ങനെ അതും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടതിന് ശേഷം നമ്മുടെ ചോറ്, രണ്ടാമത്തെ ഓർഡറിൻ്റെ ചോറും കൂടി ദമ്മിട്ടെടുക്കുകയാണ്. അങ്ങനെ ചോറിട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് മസാലയിലേക്ക് തട്ടി കൊടുത്താൽ പിന്നെ ഒന്ന് ലെവലാക്കി കൊടുക്കുക. അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി പൊരിച്ച ഉള്ളി നെയ്യ് എല്ലാം കൂടി ഇതിന് മേലെ ഇട്ട് കൊടുത്ത് ദം ചെയ്തെടുക്കണം. അപ്പോൾ ഇതിനാവശ്യത്തിന് മസാല കുറച്ച് വെള്ളം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നന്നായിട്ട് കത്തിച്ച് കൊടുത്താൽ മാത്രമാണ് ദമ്മ് കയറുക. അപ്പോൾ ഇതുപോലെ ഗരം മസാല തൂവി കൊടുക്കുക, മല്ലിയില തൂവി കൊടുക്കുക, ഉള്ളി അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ രമ്പ ലീഫും കൂടി കുത്തി കൊടുത്ത് നന്നായിട്ട് ഒരു മണിക്കൂറോളം നല്ല കനലിൽ വെക്കും. ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് കത്തിച്ച് കൊടുക്കും കേട്ടോ. നല്ല തീയിൽ നമ്മുടെ ചെമ്പിൻ്റെ അടി നന്നായിട്ട് കത്തിച്ച് കൊടുക്കും. അതിന് ശേഷം നമ്മൾ ആ ഒരു കനലിലിടും കുറച്ച് സമയം. അപ്പോഴേക്കും ബിരിയാണി ദമ്മൊക്കെ കയറി നല്ല സെറ്റായിട്ടുണ്ടാവും. ഇങ്ങനെയാണ് എൻ്റെ ബിരിയാണി കേട്ടോ. അതിനാൽ രമ്പ ലീഫും അതിൽ ആവി കയറുന്ന സമയത്ത് സ്മെല്ല് വരാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഇഷ്ടികയൊക്കെ കനത്തിൽ വെച്ച് കൊടുത്ത് കനലൊക്കെ മേലെ ഇട്ട് കൊടുത്ത് റെഡിയാക്കി. ഇനി വേറെ ഒരു ദിവസം എനിക്കൊരു ബ്രോസ്റ്റിൻ്റെ അതുപോലെ ബിരിയാണി, ഞാൻ 4 കിലോ ബിരിയാണിയും കൂടി ഉണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ. അതുപോലെ ബ്രോസ്റ്റ് നമ്മുടെ ഉപ്പ് അതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിലും ഒക്കെ കൂടി ചെയ്ത് കോട്ട് ചെയ്ത് പിന്നെ നമ്മൾ ബ്രോസ്റ്റൊക്കെ റെഡിയാക്കി എടുത്തു. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരാം. സൈനിങ് ഔട്ട് അസ്നാ സക്കീർ.